ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കണ്ടെത്തിയ അപൂർവ ഇനം ഹാഗ് ഫിഷിന് മത്സ്യത്തൊഴിലാളിയുടെ പേര് നൽകി. മത്സ്യത്തെ കണ്ടെത്തിയ മത്സ്യത്തൊഴിലാളിയായ കൊല്ലം ആലപ്പാട് വലിയ വീട്ടിൽ സുനിൽ രാജിനാണ് ഭാഗ്യം സിദ്ധിച്ചത്. എപ്റ്ററേറ്റഡ് സുനിലിയ എന്ന് മത്സ്യത്തിന് നാമകരണം ചെയ്തു. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ രാജ്. ഇദ്ദേഹമാണ് ആ മത്സ്യം കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ആ മത്സ്യത്തിന് എപ്റ്ററേറ്റഡ് സുനിലിയ എന്ന നാമകരണം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെ അദ്ദേഹം ഇത് കണ്ടെത്തി, എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുക. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡീപ്പ് ഓഷൻ മിഷൻ എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള സിറ്റിസൺ സയൻസ് പരിപാടി കൊല്ലം ശക്തികുളങ്ങലിൽ വെച്ച് നടത്തിയിരുന്നു. ഈ സന്ദർഭത്തിലാണ് തന്റെ വലയിൽ കുടുങ്ങിയ അപൂർവയിന മത്സ്യത്തെ പഠന സംഘത്തിന്റെ തലവന് സുനിൽ രാജ് കൈമാറുന്നത്. ലോകത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് 6 ഗ്രില്ലുകളുള്ള ഹാഗ് ഫിഷിനെയായിരുന്നു. പുതുതായി കണ്ടെത്തിയ മത്സ്യത്തിന് 8 ഗ്രില്ലുകൾ ഉണ്ടെന്നും തിരിച്ചറിഞ്ഞു. തുടർന്നാണ് ഈ അപൂർവ ഇനത്തെ കണ്ടെത്താൻ സഹായിച്ച സുനിൽ രാജിന്റെ പേര് കൂടി ചേർത്ത് മത്സ്യത്തിന് പേര് നൽകാൻ അന്താരാഷ്ട്ര ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ചെന്നൈ ഹെഡ് ഡോക്ടർ കെ ബിനീഷും സംഘവും തീരുമാനിച്ചത്. സിറ്റിസൺ സയൻസിന്റെ ഭാഗമായിട്ട് ഡീപ്പ് ഓഷൻ മിഷന്റെ ഭാഗമായിട്ട് കുറച്ച് PhD എടുക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അവരുടെ പഠിപ്പിക്കുന്നതിനായിട്ട് വന്ന സമയത്ത് നമുക്ക് കടലിലൊന്ന് പോകേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവരുമായിട്ട് പോയപ്പോഴാണ് ഈ അപൂർവ ഇനം ഫിഷ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടിയപ്പോൾ തന്നെ നമ്മളിതിനെ പുള്ളിക്കാരന് കൈമാറുന്നു, ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു. പിന്നെ PhD ചെയ്യുന്ന പിള്ളേർ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ട് പോവുകയായിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ചേട്ടാ ഇതൊരു അപൂർവ ഇനം ഫിഷാണ്, ഇതുവരെ ഇതിനെ കിട്ടിയിട്ടില്ല. ഇതിനെ കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ 6 ഗ്രില്ലുള്ളതേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 8 ഗ്രില്ലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ചേട്ടൻ്റെ പേരിടാൻ പോവുകയാണ് ഞാൻ, ഇത് അപൂർവമായിട്ട് കിട്ടിയാലേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്കുള്ള വരവ്. ആലപ്പാട്ടെ ഫിഷറി സ്കൂളിൽ VHSSക്ക് ഫിഷ് പ്രോസസ്സിംഗ് പഠനവും സുനിൽ പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ വിദ്യാഭ്യാസം തുടരാനായില്ല. മത്സ്യബന്ധന തൊഴിലാളിയായതോടെ ഓരോ മത്സ്യയിനങ്ങളെ സംബന്ധിച്ചുള്ള പഠന താൽപ്പര്യവും സുനിലിന് വർദ്ധിച്ചു. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, CMFRI തുടങ്ങിയ വിവിധ ഏജൻസികളിൽ നിന്ന് മത്സ്യമേഖലയിലെ പഠനത്തിനായി എത്തുന്നവർക്ക് പ്രധാന സഹായിയായിരുന്നു സുനിൽ. അപൂർവ ഇനം മത്സ്യത്തെ കണ്ടെത്താൻ സഹായിച്ച മത്സ്യത്തൊഴിലാളിക്ക് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകുന്ന അംഗീകാരം കൂടിയാണ് ഇപ്പോഴത്തെ പേര്. നിലവിൽ ഈ മരങ്ങൾ പലതും വംശനാശ ഭീഷണി നേരിടുന്നതോ അല്ലെങ്കിൽ അന്യം നിന്നുപോയി എന്ന് നമ്മൾ കരുതിയിരുന്ന മരങ്ങളെ കണ്ടെത്തിയ മനുഷ്യർക്ക് ആ മരങ്ങളുടെ പേര് ആ മനുഷ്യർക്ക് നൽകിയതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇത് അപൂർവമാണ്. മത്സ്യ ഇനങ്ങൾക്ക് മനുഷ്യരുടെ പേര് നൽകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പാട് തീരത്തെ മത്സ്യത്തൊഴിലാളിക്ക് തന്നെ ആ പേര് കിട്ടിയതിൽ കൊല്ലം ജില്ലയ്ക്ക് തിളക്കമാർന്ന അഭിമാനമുണ്ട്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.